ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ എന്താ ചെയ്യുന്നതെന്നല്ലേ, ഈ ചെടിയിൽ നിന്നൊരു ചെറിയ പഴം പറിച്ചെടുക്കുവാണ്. പേര് മിറാക്കിൾ ഫ്രൂട്ട്. സപ്പോട്ടേസിയ സസ്യകുടുംബത്തിൽപ്പെടുന്ന ഇവ ഒരാൾ പൊക്കത്തിൽ വളരാറുണ്ട്. ഒരു ആഫ്രിക്കൻ പഴച്ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ടിലടങ്ങിയ മിറാക്കുലിൻ എന്ന പ്രോട്ടീൻ ഘടകം നാവിലെ രസമുകുളങ്ങളെ ഉണർത്തി പുളി കയ്പ് രുചികൾക്ക് പകരം താൽക്കാലികമായി മധുരം അനുഭവപ്പെടുത്തുന്നു. ഇവ പുഷ്പിക്കാനും കായ്ക്കാനും 3-4 വർഷമെടുക്കും. എങ്കിലും വേനൽക്കാലമാണ് പഴക്കാലം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പലതവണ കായ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. അർബുദ രോഗ ചികിത്സയിലെ കീമോതെറാപ്പിക്ക് വിധേയരായി നാവിൻ്റെ രുചി നഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഭക്ഷണത്തിൻ്റെ തനതു രുചി ആസ്വദിക്കാൻ ഇവ സഹായിക്കുമെന്നും പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമെന്നും ചില ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നു. എങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ജപ്പാനിൽ പ്രമേഹ രോഗികൾക്കിടയിലും ഭക്ഷണം നിയന്ത്രിക്കുന്നവർക്കിടയിലും ഇവ ജനകീയമാണെന്ന് പറയപ്പെടുന്നു. ഞങ്ങളുടെ അനുഭവം വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ട് നാവിൽ രുചിച്ച് കുരു തുപ്പിക്കഴിഞ്ഞതിന് ശേഷം എത്ര കയ്പുള്ളതും എരിവുള്ളതും പുളിയുള്ളതും എന്തു തന്നെ കഴിച്ചിരുന്നാലും 1/4 മണിക്കൂറത്തേക്ക് നല്ല മധുരം അനുഭവപ്പെടും. ചെറിയ മധുരമുള്ളതാണ് കഴിക്കുന്നതെങ്കിൽ അതിമധുരമായിരിക്കും. അപ്പോൾ ഷുഗറുകാർക്ക് തീർച്ചയായും വേണ്ടി കഴിക്കാമെന്ന് വളരെ സത്യസന്ധമായിട്ട് എനിക്കും പറയാം. അവർക്ക് മധുരം കഴിക്കാൻ പറ്റില്ലെങ്കിലും ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് തന്നെ കഴിച്ചിരുന്നാലും മധുരം അനുഭവപ്പെടുമല്ലോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു അനിയത്തി തന്നതാണിത്. അവർ വാങ്ങിച്ച് കഴിച്ച ഫ്രൂട്ടിൻ്റെ അരി പാകി കിളിപ്പിച്ച് ചെടികളോടുള്ള ഇഷ്ടം അറിഞ്ഞ് എനിക്ക് സമ്മാനിച്ചതാണിത്. ഞാനത് ഭദ്രമായി അപ്പോൾ തന്നെ ആ ചെടിച്ചട്ടിയിൽ നട്ടു. നിങ്ങളോടിത് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഇത്രയും ബ്രാഞ്ചസ് വരികയും ഇങ്ങനെ കിളിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയുടെ അടുത്ത വളർച്ചയും ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബായ്.